ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രനോട് സംസാരിച്ച ഒരു ഫലവും കാണാതെ തിരിച്ചു വരികയാണ് നമ്മുടെ മനു. അപ്പോൾ താഴെ എത്തുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും, അച്ഛൻ എന്താ പറഞ്ഞതെന്ന്. ആ പ്രശ്നം ഇപ്പോഴൊന്നും പരിഹരിക്കാൻ പോകണില്ലെന്നും അച്ഛൻ രണ്ടും കൽപ്പിച്ചിരിക്കുക എന്നും മനു പറയുമ്പോൾ അങ്ങോട്ടേക്ക് വൈജ എത്താണ്. ബാലേന്ദ്രനോട് സംസാരിച്ചോ മനു എന്ന് ചോദിക്കുന്ന നേരത്ത്, ഞാൻ അങ്കിളിനോട് സംസാരിച്ചാൻറ്റി, അങ്കിളെ 1 മില്ലിമീറ്റർ പോലും അടുക്കുന്നില്ല. ഞാൻ എനിക്ക് പറയാവുന്ന കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആരെ കൊന്നിട്ടാണെങ്കിലും ജയിലിൽ പോവേണ്ടി വന്നാലും അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്ന് തന്നെയാണ് അങ്കിള് പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ ചോദിക്കും, അപ്പോൾ ഇവിടെ ഉള്ളവരെക്കാളും വലുതാണ് അവള്, അത്രയ്ക്ക് ഞരമ്പിന് പിടിച്ചല്ലേ എന്ന് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ മനു അറിയും, അതൊന്നും എനിക്കറിയില്ല ആൻറ്റി, ഞാനൊന്ന് അലീനയെ കണ്ട് സംസാരിക്കട്ടെ, ഇതെൻ്റെ അവസാന ശ്രമമായിട്ട് കരുതണം എന്ന് പറഞ്ഞിട്ട് അലീനയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അടുക്കളയിലേക്ക്. ആ സമയത്ത് അലീനയാണെങ്കിൽ ചുരുണ്ടുകൂടി ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. അലീന എന്ന് വിളിക്കുമ്പോൾ പതുക്കെ കണ്ണ് തുറന്ന് നോക്കാട്ടോ മനുവിനെ. നിനക്കെന്താ പറ്റിയത് എന്ന് ചോദിക്കലും നമ്മുടെ അലീന അങ്ങ് കരഞ്ഞു തുടങ്ങും. അലീന, നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ, എന്താ പറ്റിയതെന്ന് പറ എന്നൊക്കെ പറയുമ്പോഴേക്കും അലീന അങ്ങ് എണീക്കാണേ. അത്രയും നേരം ഒരേ ഇരിപ്പ് ഇരുന്നത് കൊണ്ട് തന്നെ എണീക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മനു പിടിച്ചു നിർത്താണ്. അപ്പോൾ തന്നെ പറയുന്നുണ്ട് അലീന കേട്ടോ, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഇവിടെ നിന്ന് പോവാം എന്ന്, എന്നിട്ട് എന്താ പോവാത്ത അലീന എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മനേട്ടാ, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, എന്നെ നിർബന്ധിക്കരുതേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ മനു ചോദിക്കും, അങ്കിൾ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊന്നോട്ടെ, അതായിരിക്കും നന്നത് എന്ന് പറഞ്ഞിട്ട് താഴെ ഇരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ മനുവിന് ആകെ വിഷമം തോന്നാണ്. അപ്പൊ തന്നെ മനുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തോ പറയാൻ പറ്റാത്ത കാര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ മനു നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് പോകുന്നത്. അങ്ങനെ മനു മുത്തശ്ശിയുടെ റൂമിൽ കയറുമ്പോൾ മുത്തശ്ശി ചോദിക്കും, എന്താ ഇട മോന എന്ന്. മുത്തശ്ശിയുടെ പഴയ ഒരു പഴഞ്ചൊല്ലി ഞാൻ എടുക്കുന്നുണ്ട്, നല്ലവനും പോക്കിരിയും കൂടെ ഒരു റൂട്ടിൽ വന്നാൽ നല്ലവൻ വഴി മാറിക്കൊടുക്കും, പോക്കിരിക്ക് പോവാം. പക്ഷേ പോക്കിരിയും കൂടെ ഒറ്റ റൂട്ടിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി, അവരങ്ങ് അടിച്ചു പിരിയും. അത് തന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ്. അപ്പോൾ മുത്തശ്ശി പറയും, അപ്പോൾ അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മുത്തശ്ശി എന്ന് പറയണേ, അതാ ഞാൻ പറഞ്ഞത്, പോക്കിരിയും അടിച്ചു പിരിയും, അങ്ങനെ തന്നെ പിരിയട്ടെ എന്ന് പറയുമ്പോൾ അലീന എന്ത് പറഞ്ഞെന്ന് ചോദിക്കും. അലീനയ്ക്ക് പോവാൻ പറ്റത്തില്ല മുത്തശ്ശി, അങ്കിളെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരിക്കാം. എന്ത്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ മുത്തശ്ശി. ചിലപ്പോൾ വെടിവെച്ച് കൊല്ലുന്നായിരിക്കും, ചിലപ്പോൾ കാർ ഇടിപ്പിച്ച് കൊല്ലുന്നായിരിക്കും, അതല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എന്തെങ്കിലും ചെയ്യുമെന്നായിരിക്കും. അപ്പൊ തന്നെ മുത്തശ്ശി ചോദിക്കും, നീയല്ലേ അവളെ കൊണ്ടുവന്നത്, അപ്പൊ നീ പറഞ്ഞാൽ പോവണ്ടേ എന്ന്. അതാ പറഞ്ഞ മുത്തശ്ശി, അവൾക്ക് പോവാനൊക്കത്തില്ല, അങ്കിൾ അതിന് സമ്മതിക്കത്തില്ല. സാധാരണഗതിയിൽ മക്കളെ ആലോചിച്ച് അമ്മമാരാ ആശങ്കപ്പെടുന്നത്, ഇതിപ്പോ അവർക്ക് അന്ന് ആശങ്കയേ ഇല്ല. പിന്നെ അച്ഛന് മക്കൾ പുല്ലാണെങ്കിൽ അമ്മയ്ക്ക് വെറും പൂടയാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കാണണം എന്ന് പറഞ്ഞ് നെഞ്ഞത്തൊക്കെ കൈവച്ച് നിൽക്കുവാണ്. അതിനുശേഷം മനു പോകുമ്പോൾ മുകളിലേക്കൊന്ന് നോക്കുക കേട്ടോ, ബാലേന്ദ്രൻ അവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ അവിടെ നിന്ന് നോക്കി നിൽക്കായിരിക്കും. അങ്ങനെ അങ്ങ് മനു കയറി പോവാണ് കേട്ടോ. അങ്ങനെ കൊല്ലപ്പള്ളിയിൽ വന്നിറങ്ങുന്ന മനുവിന്റെ കാറിന്റെ ശബ്ദം കേട്ട് പുറത്തു വരികയാണ് രാജീവനും കമലയും. അപ്പോൾ മനുവിനോട് എന്താ കാര്യം, പോയ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയും, ഒന്നും നടന്നില്ല. ഓ, നീ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഒന്നും നടക്കില്ലാന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയും, കൊച്ചച്ച, അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വെറുതെ ചെന്ന് തലയിടാത്തതാ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ രാജീവൻ പറയും, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്താനാണ് ഞാൻ ഇങ്ങ് വന്നത്. അപ്പോഴേക്കും നമ്മുടെ കമല ചോദിക്കും, അപ്പോൾ നമ്മുടെ വൈജയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മനു പറയും, ആന്റിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നലെ അലീന അവിടെ നിന്ന് പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നതാ. അപ്പോൾ രാത്രി ബാലേന്ദ്രൻ അങ്കിൾ വീട് പൂട്ടിയതുകൊണ്ടാ പോവാൻ പറ്റാതിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ അങ്കിളിന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങാനായി പോയ അലീന തിരികെ വരുന്നത് തകർന്നിട്ടാ. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അലീന പൊട്ടിക്കരയുക മാത്രമാണ് ചെയ്തതെന്നാണ് ആന്റി പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ രാജീവൻ പറയും, അത് ബാലേന്ദ്രൻ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി കാണും, അതാ ആ പെണ്ണ് പോവാത്തത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനു പറയും, കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തും, അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലല്ലോ, അങ്ങനെ അങ്കിള് അലീനയോട് പറയത്തില്ല എന്ന് പറയുമ്പോൾ രാജീവനും പറയുന്നുണ്ട് കേട്ടോ, ആരടാ കൊല്ലും എന്ന് പറയുമ്പോൾ പേടിക്കാത്തത്, പക്ഷേ അങ്കിള് പറയത്തില്ല കൊച്ചച്ച, അതും അലീനയോട്, ആന്റിയോട് ചിലപ്പോൾ പറയായിരിക്കും എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ രാജീവൻ പറയും, വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത അവൾ എന്തിനാ പിന്നെ അവിടെ നിൽക്കുന്നത്, അവൾക്ക് എന്താ അവിടുത്തെ സ്ഥാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയും, എനിക്കറിയില്ല കൊച്ചച്ച, നിങ്ങളെ അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും കൂടിയിരുന്ന് ബാലേന്ദ്രൻ അങ്കിളിനോടും വൈജാന്റിനോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ മൂലകാരണം എന്തെന്ന് കണ്ടെത്തുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എനിക്ക് തോന്നുന്നത്
പറയുന്നത് വല്യച്ഛന് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്നാണ്. എന്തായാലും ഇതിന് കാരണക്കാര് ബാലേന്ദ്രൻ അങ്കിളും അലീനയും ഒന്നുമല്ല, മറ്റെന്തോ ഒരു കാരണമാണെന്ന് മനു പറയാം കേട്ടോ. അപ്പൊ മറ്റെന്ത് കാരണം എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ അതാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. അതൊക്കെ കണ്ടെത്താൻ എനിക്കറിയാന്ന് പറയുമ്പോൾ അങ്കിളിന്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് കയറി പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാണ്. അവിടേക്ക് ബാലേന്ദ്രൻ റൂമിൽ നിന്ന് ആ ബെല്ലിങ്ങനെ അടിക്കും. അപ്പോൾ അലീന അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ അടുക്കളയിൽ. അവിടുന്ന് എങ്ങനെയൊക്കെയോ എണീക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ എണീറ്റ് പോവാൻ വേണ്ടിയിട്ട് നടക്കാൻ വരെ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഹാളിലെത്തുന്ന നേരത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും, എന്താടി നീ ഇവിടുന്ന് പോവാത്തത്? നിന്നോട് രാവിലെ താക്കോല് വാങ്ങിക്കൊണ്ടുവരാൻ ബാലേന്ദ്രന്റെ റൂമിൽ പോയപ്പോൾ ബാലേന്ദ്രൻ നിന്നെ എന്ത് ഭീഷണിപ്പെടുത്തി അതെനിക്കറിയണം എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, എനിക്ക് ഇവിടെ നിന്ന് പോവാൻ വേണ്ടി പറ്റത്തില്ല, അത്രമാത്രം പറയാനേ എനിക്ക് അനുവാദമുള്ളൂ എന്ന് പറയണേ. നീ അത് പറഞ്ഞിട്ട് മുകളിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ വന്നിട്ട് പറയും, അലീന നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സമയമായിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന അങ്ങ് കയറിപ്പോവാണ്. അങ്ങനെ കയറിപ്പോയപ്പോൾ നമ്മുടെ വൈജയന്തി ആകെ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.